ചേംബർ ഇന്റർനാഷണൽ ആഗോള പ്രസിഡന്റ് ഷൈൻ ടി ഭാസ്കറിന് യാത്രയയപ്പും JCA കുടുംബസംഗമവും നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ഒരു കാര്യം കൃത്യമാണ്, മലയാളിയുടെ എന്ന് മാത്രമല്ല ഇന്ത്യക്കാരുടെ എന്ന് മാത്രമല്ല അന്തർദേശീയ തലത്തിൽ തന്നെ രാജ്യത്ത് സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും ക്ഷാമമില്ലാത്തൊരു വർത്തമാന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് അധിവസിക്കുന്നത്. രാജ്യത്ത് ഒട്ടനവധി സംഘടനകളും പ്രസ്ഥാനങ്ങളും രാജ്യത്തിന്റെ നന്മയ്ക്കും രാഷ്ട്രനിർമ്മിതിക്കും വേണ്ടി ഒട്ടനവധി പ്രസ്ഥാനങ്ങൾ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവയെല്ലാം ഈ പൊതുസമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവയെല്ലാം രാജ്യത്തിന്റെ നന്മയ്ക്കും അല്ലെങ്കിൽ ആഗോളതലത്തിൽ തന്നെ മാനവിക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് പറയുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് അധിവസിക്കുന്നത്. അവിടെയാണ് JCI എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ സംവിധാനത്തിന് എന്ത് പ്രസക്തി? അവിടെയാണ് JCIയെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു കാര്യം കൃത്യമാണ്, ഞാൻ നിങ്ങളുടെ യോഗാധ്യക്ഷനുമായി സംസാരിച്ചിരുന്നു. കാര്യം ഇതായിരുന്നു, ലോകത്തിലെ വിവിധ 10 പ്രസ്ഥാനങ്ങളോ വിവിധ പ്രദേശങ്ങളോ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ 10 പ്രസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മലയാളി ഉണ്ടാകും. അത് പ്രസ്ഥാനമാകട്ടെ മറ്റ് സംവിധാനങ്ങളാകട്ടെ, ഏത് തരത്തിലും നാം പരിശോധിച്ചു കഴിഞ്ഞാൽ, ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ 10 സ്ഥലങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മലയാളിയുണ്ട്. പക്ഷേ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് വരെ ഇല്ലാതെ പോകുന്ന ഒരു പ്രസ്ഥാനം JCI ആയിരുന്നു. അവിടെയും നമ്മുടെ മലയാളിയുടെ സാന്നിധ്യം കടന്നു വന്നു. ഞാൻ സൂചിപ്പിച്ചത് മലയാളിയുടെ മാനവവിശേഷിയുടെ കഴിവ് അവിടെയാണ്. മലയാളി എപ്പോഴും മലയാളി തിരിച്ചറിയാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്ക് നമ്മെ തന്നെ തിരിച്ചറിയാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. നാം ആരാണെന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ്, തിരക്ക് പിടിച്ചൊരു വർത്തമാന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അവിടെയാണ് അഡ്വക്കേറ്റ് ഷൈൻ ടി ഭാസ്കർ എന്ന് പറയുന്ന വ്യക്തി താൻ ആരാണെന്നും തന്റെ കഴിവുകൾ എന്താണെന്നും തന്റെ നന്മകൾ. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ, മഞ്ജുള അരുണൻ, ജസ്റ്റിൻ തോമസ്, രാംകുമാർ മേനോൻ, KC ബൈജു, EV മുഹമ്മദ് അസീഖ് തുടങ്ങിയവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് ഷൈൻ ടി ഭാസ്കരൻ മറുപടി പ്രസംഗം നടത്തി. നാട്ടിക ഫിഷറീസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സർഗാത്മക വസന്തം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി കലകളുടെ താളമേളങ്ങൾ മാറ്റുരച്ചു. PTA പ്രസിഡന്റ് BK ജനാർദ്ദനൻ, പ്രധാനാധ്യാപിക OK സതി ടീച്ചർ, സ്കൂൾ പ്രിൻസിപ്പൽ സാജൻ മാസ്റ്റർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം സിദ്ധരാജ് മുഖ്യ അതിഥിയായി. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു മത്സരമാണ്. അവരുടെ മാനസികാവസ്ഥ ഒത്തുചേർന്ന് പ്രവർത്തനത്തിലൂടെയുള്ള അവരുടെ വിദ്യാസമ്പന്നതുപോലെ തന്നെ സംസ്കാര സമ്പന്നത കൂടിയായിരിക്കണം മനുഷ്യൻ. അതിന് കല വളരെയധികം ഉപയോഗിക്കും. ഇന്ന് നമ്മുടെ കേരളം ഏറ്റവും കൂടുതൽ സാക്ഷരത നേടിയിരിക്കുന്ന ശരിയാണ്. ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ കുറവും സംസ്കാരത്തിനാണ് ഇവിടെ കുറവ്. എഡ്യൂക്കേഷൻ കൂടുതൽ കൾച്ചർ തുറന്നുകൊണ്ടുവരികയാണ്. അത് നമുക്ക് ഇപ്പോഴത്തെ പത്രങ്ങളിലും പരിപാടി വെള്ളിയാഴ്ചയും തുടരും. തളിക്കുളം ഗവൺമെന്റ് VHS സ്കൂൾ കലോത്സവം ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. സഹായസഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ മേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിരിക്കുന്നു. ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വരുന്ന ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന 2 കുട്ടികൾക്ക് പ്രത്യേക സമ്മാനം നാളത്തെ സമാപന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ തരും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസ നേർന്നുകൊണ്ട് നിർത്തുന്നു. KK അനിൽകുമാർ അധ്യക്ഷനായി. PK ശ്രീദത്ത്, രാജേഷ് കുമാർ, പ്രിൻസിപ്പൽ ഷീജ ആന്റണി, പ്രധാന അധ്യാപകൻ ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. മാറാട്ട് ഗോപാലകൃഷ്ണൻ 24ാം ചരമവാർഷിക ദിനാചരണം തൃപ്പയാർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ ഗീതാഗോപി MLA ഉദ്ഘാടനം ചെയ്തു. എന്റെ പ്രവർത്തനവുമായി ഞാൻ മുന്നോട്ട് പോകുമ്പോൾ നാടിനെ വ്യക്തിത്വം എന്നറിയിക്കാൻ സ്നേഹവും സമീപനവും അത് മനുഷ്യത്വപരമാണ് എന്ന് നമുക്ക് ചെറിയൊരു അറിവ് തന്നെ
നൽകുന്ന ശ്രീവത്സൻ എന്ന് പറയുന്ന വ്യക്തിത്വത്തിനെ ഞാൻ ഉപസ്ഥിതിയായി പറയില്ല. അദ്ദേഹത്തിന്റെ ആ സമീപനവും ആ വാക്കുകളും ആ പ്രവൃത്തിയും നേരത്തെ അധ്യക്ഷൻ പറഞ്ഞ പോലെ തന്നെ ആരും പിണക്കാതെ തന്നെ ഈ ബിസിനസ് സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ള വസ്തുത അതൊക്കെ ഒരു ഉദ്യമ സുഹൃതം എന്ന് തന്നെ ഞാനിപ്പോൾ ഓർത്തു പോകാം. നാട്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ അധ്യക്ഷനായി. അവയവദാന സമ്മതപത്ര സ്വീകരണം മണപ്പുറം ഗ്രൂപ്പ് MD VP നന്ദകുമാർ നിർവഹിച്ചു. TR ചന്ദ്രദത്ത് മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. B ജയചന്ദ്രൻ, ബാദുഷ കടലുണ്ടി, K ദിലീപ് കുമാർ, P A ഷൌക്കത്ത് അലി, ബീന അജയഘോഷ്, PR സുശീല ടീച്ചർ, KV പീതാംബരൻ, VK സതീഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. MG ശ്രീവത്സൻ സ്വാഗതവും അനു MP നന്ദിയും പറഞ്ഞു. ഒരു ഇടവേള കൂടി.